ഇങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇഫ് ഐ ഹാവ് ടു റിയലൈസ് ആൻ AND gate using this 4:1 mix. നമുക്കറിയാം AND ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y is equal to a and b ആണ് കിട്ടേണ്ടത്. This is the expression we need to realize using this 4:1 mix. Okay, so if I have a 4:1 mix, so this is the 4:1 mix, 4/1 mix. This is my output and these are my 4 input. So D0, D1, D2, D3, and these are my selection input. Instead of A and B my selection input. Okay, so A bar B bar വരുമ്പോൾ it will be select D0. So A bar B bar ന്റെ ടൈം ഇവിടെ വൈയിൽ ഉണ്ട്, ഔട്ട്പുട്ടിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, അങ്ങനെ ഒരു ടൈം ഇല്ല. സോ A bar B bar എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. സോ ദിസ് എക്സ്പ്രഷൻ വിൽ ബി y is equal to A bar B bar വരുമ്പോൾ it will be select D0, A bar B വരുമ്പോൾ it will be select D1, and A B bar വരുമ്പോൾ it will select D2, and A B വരുമ്പോൾ it will select D3. Okay, fine. So 0 0 വരുമ്പോൾ it will select D0. നമുക്ക് ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷനിൽ എന്താണ് ഉള്ളത്? എ ബിയുടെ ടൈം മാത്രമേ ഉള്ളൂ. സോ എ ബിയുടെ ടൈം വരുന്നത് ഇതിനകത്ത് മാത്രമാണ് എ ബി. സോ എ ബിയുടെ ടൈമിൽ 1 വന്നു കഴിഞ്ഞിട്ട് D3 ഷുഡ് ബി 1 ആയി കഴിഞ്ഞാൽ എ ബിയുടെ ടൈം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ D3യിൽ ഞാൻ ഒരു ലോജിക് 1 കൊടുത്തു എന്ന് വിചാരിക്കുക. ലോജിക് 1 കൊടുത്തു. സോ എ ബി ടൈം വിൽ ബി അലൈവ്. ബാക്കി ടൈംസ് ഒന്നും വേണ്ട, കാരണം എനിക്ക് y is equal to a and b ആണ് വേണ്ടത്. സോ ബാക്കി ടൈമിലൊക്കെ എനിക്ക് ലോജിക് 0 കൊടുക്കാം. ലോജിക് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈം ക്യാൻസൽ ആയി പോവും, ഈ ടൈം ക്യാൻസൽ ആയി പോവും, ഈ ടൈം ക്യാൻസൽ ആയി പോവും, ഈ ടൈം ക്യാൻസൽ ആവും. ഓൺലി ദിസ് ടൈം വിൽ ബി ഹിയർ ആൻഡ് ദിസ് ടൈം വിൽ ബി D3 നമ്മൾ 1 ആണ്, ലോജിക് 1 ആണ് കൊടുത്തേക്കുന്നത്. സോ y is equal to a and b. ക്ലിയർ ആയോ എങ്ങനെയാണ് ലോജിക് ഗേറ്റ് റിയലൈസ് ചെയ്യുന്നതെന്ന്? 4:1 മിക്സ് വെച്ചിട്ട് എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എഴുതുക. ട്രൂ ആയിട്ടുള്ള എക്സ്പ്രഷനിൽ മാത്രം ഇൻപുട്ടിൽ ലോജിക് 1 കൊടുക്കുക, വേണ്ടാത്ത എക്സ്പ്രഷനിലേക്ക് ലോജിക് 0 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആൻഡ് വന്നേക്കുന്ന കാരണം ആ ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഒരു ഓർ ഗേറ്റ് എങ്ങനെ റിയലൈസ് ചെയ്യാം നോക്കാം. ഹൗ ടു റിയലൈസ് ആൻ ഓർ ഗേറ്റ്? OR gate using 4/1 mix. Okay, so OR gate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ബി വൈ എന്ന് പറയുന്ന ടേബിൾ വരച്ച് കഴിഞ്ഞാൽ 0 0 0 1 1 0 1 1 0 0 വരുമ്പോൾ 0 0 1 1 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1 ആവും. ദാറ്റ് മീൻസ് എ ബാർ ബി, എ ബി ബാർ, എ ബി. ഇതാണ് എനിക്ക് ഔട്ട്പുട്ട് വേണ്ടത്. സോ ഹൗ ടു റിയലൈസ് ദാറ്റ് വൺ? using 4:1 mix. So if I have a 4:1 mix like this, 4/1, so D0, D1, D2 and D3 will be here. This is my Y, A, B. So I just again write this expression: A bar B, D1, A B bar, D2, A B, D3. Okay, so ഈ ടൈം മാത്രമേ ഇല്ലാത്തുള്ളൂ. എ ബാർ ബി വേണം, എ ബി ബാർ വേണം, എ ബി ടൈം വേണം അല്ലേ? എക്സ്പ്രഷൻ നോക്കുമ്പോൾ എ ബാർ ബി ഉണ്ട്, എ ബി ഉണ്ട്. സോ I just put this term will be grounded, that is logic 0, and this term will be +5 voltage. +5 voltage represent logic 1.
So this will be indicating an OR gate. Okay, clear from this idea. Okay, so you can realize any types of gates, any type of logic gates using this 4:1 max, 4 by 1 max. Okay, so for example, if I need to represent an which gate, an exclusive OR gate, XOR ആണെങ്കിൽ അപ്പോൾ എന്ത് വരും? Simply a bar b a b bar ആണ്. ഇപ്പോൾ നമുക്ക് y is equal to a bar b or a b bar. ഇപ്പം നമ്മൾ ഇനിയിപ്പം ഫുള്ള് എഴുതേണ്ട കാര്യമില്ല, കാരണം നമുക്കിപ്പം മനസ്സിലായി എങ്ങനെയാണ് വരുന്നതെന്ന്. സോ ജസ്റ്റ് ഒരു 4/1 മാക്സ് വരയ്ക്കുക. 4/1 മാക്സ്. ദിസ് ഈസ് മൈ y, d0, d1, d2 and d3. And this is my AB. Okay, these are my different conditions. Okay, so a bar b a b bar ബാക്കി ടേമുകൾ. So a bar b bar ടേം വേണ്ട, a b ടേം വേണ്ട. a bar b bar ടേം ആകുമ്പോൾ it will be select d0. So d0 is just grounded. a b ആകുമ്പോൾ it will be select d3. So this term വേണ്ട, this term is grounded. a bar b or a b bar. So these two term is logic 1. Okay. So this will be simply indicating exclusive OR. Like that you can represent exclusive NOR or any types of gate. Okay. Clear? Okay. So we can do some problems related to this multiplexer. Okay. This question was asked in 2017 June CSIR exam. So this is question number 1. Find the expression for output. So 2/1 max. This is also again a 2/1 max, and this pin is B, and this output pin is the selection pin of the second, and this is my F. Okay, find the expression for F. In this problem, this is not logic 0 or logic 1. This is representing the 0th pin. This is the first pin. This is the 0th pin. This is the first pin. Don't confuse this is logic 0 or logic 1. And the 0th pin is given by this C input, and the first pin is given by C bar pin. And like this 0th pin is grounded here. The first pin is given by this input A. Okay. So this can be considered as D. So what will be my F? You have to find out the F. Okay. So what will be my F? So the F will be this F. Consider this is again D. D bar വരുമ്പോൾ it will be select 0th pin. So D bar വരുമ്പോൾ it will be select 0th പിന്നിൽ എന്താണ് ഗ്രൗണ്ട് ആണ് ചെയ്തിരിക്കുന്നത്. So 0, and D വരുമ്പോൾ it will be select the first pin. First പിന്നിൽ A ആണ് കൊടുത്തിരിക്കുന്നത്. So this time will be cancel, and so we will get F is equal to DA. So you have to find D. What is D? D.
സോ ദ ഫസ്റ്റ് പിന്നിൻ്റെ ഫസ്റ്റ് മൾട്ടിപ്ലക്സിൻ്റെ ഔട്ട്പുട്ടാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡിക്കുള്ള എക്സ്പ്രഷൻ എന്താ? ഡിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ whenever it's a B bar, it will be select 0th pin, so it is C. So whenever it is B bar, it will be select C, and whenever it is B, it will be select C bar. So from that is D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B exclusive or C ആണ് അല്ലേ? So F, what is F? So the F will be D exclusive, D and A ആണ് അല്ലേ? So D എന്ന് പറയുന്നത് B exclusive or C ആണ്. So I can just represent B exclusive or C and A is there. But ഇതിനകത്ത് ഓപ്ഷനായിട്ട് തന്നിരുന്നത് ഇങ്ങനെയല്ല തന്നിരുന്നത്. So the option is B bar C A, B C bar. Yeah. This is same. അല്ലേ? ഇതിനോടുകൂടി എ ചെയ്താൽ മതി. This both are C. Okay. Clear. So ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കണം കേട്ടോ. മൾട്ടിപ്ലക്സർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഡിജിറ്റൽ സർക്യൂട്ടിൽ. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഓക്കെ. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ 2009 ജൂണിൽ CSIR ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എഫ്, ഔട്ട്പുട്ട് എഫ് കണ്ടുപിടിക്കാനാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ രണ്ട് മൾട്ടിപ്ലക്സേഴ്സ് രണ്ട് 2/1 മാക്സ് ആണ്. 2/1 മാക്സ് ആണ് രണ്ടും. So this pin is W. This is one pin, and this output is given as P, and this P is again noted and given as here, and this is the S2 pin. This is my F, output F. Okay. Okay. From that, what is F? F is simply whenever S2 bar, it will select P. Whenever S2, it will select P bar. Okay. This is my output. So you have to find what is P. What is P? In P, whenever it is S1 bar, it will select W. Whenever it is S1, it will select W bar. Okay. So it is simply S1 exclusive or W. This is what? This is S2 exclusive or P. P is this one. So the F will be simply S1 exclusive or W, exclusive or okay. Clear. It's a very simple problem. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക. ക്ലിയർ ആയോ ഈ ഐഡിയ? ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. Hope you clear this concept. Then one more question that is asked in 2011 December. Question number 3. So both are 4:1 max.
find output. Zero, 1, 2, 3. This was the question. Was asked in 2011 December. So just try to make the answer. Both are 4:4/1 max. So what is F? F is simply whenever it's a C bar D bar, it will be select this one. So that is C bar D bar, it will be select P, and whenever it's C bar D, it will also select P because first pin is, and whenever it's a C D bar, it will select second pin, that is grounded, so that time will cancel. And also whenever C D, it will be select third pin, that is also grounded, so that time will be not there. So C bar P common ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ D bar plus D എന്ന് കിട്ടും. D bar plus D is 0. That is F is simply C bar P because D plus D bar is 1. Okay. And what is P? You have to find P. P is, this is simply an exclusive OR gate. This is represent, that is A bar B bar time will be cancelled. A bar B time will be there. A B bar time will be there. A B time will be 0 because the third pin is grounded. So this is simply an exclusive OR gate. Exclusive OR gate. So what is P? P is simply the exclusive OR gate. A exclusive OR B. Okay. So what is F? F is simply C bar A exclusive OR B. Okay, clear. ഇതുപോലത്തെ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹൗ ടു റിയലൈസ് എ ഹാഫ് ഓർഡർ യൂസിങ് 2 4:1 മാക്സ്. Realize half order using 2 4/1 max. അങ്ങനെ ഒരു ഹാഫ് ഓർഡർ റിയലൈസ് ചെയ്യാൻ പറ്റും എന്നാണ്. ഹാഫ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാഫ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ നോക്കി എ ബി സം ആൻഡ് ക്യാരി ഔട്ട് തരുന്ന ഒരു സർക്യൂട്ടാണ്. സം ക്യാരി ഔട്ട്. സോ സം എന്ന് പറയുന്നത് സിംപ്ലി എ ബാർ ബി ഓർ എ ബി ബാർ ആണ് സം എന്ന് പറയുന്നത്. ക്യാരി എന്ന് പറയുന്നത് എ ബി ആണ്. നമ്മളത് കണ്ടതാണ്. ഓക്കെ. സോ അങ്ങനെ വരുമ്പോൾ
അങ്ങനെ വരുമ്പോൾ എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും? രണ്ട് 4/1 max വെച്ചിട്ട് നമുക്കറിയാം ഇത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആണ്. ദിസ് സം ഈസ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്, ദിസ് ഈസ് ആൻഡ് ഗേറ്റ് അല്ലേ, ദിസ് ഈസ് എക്സ് ഓർ ദിസ് ഈസ് ആൻഡ് ഗേറ്റ് അല്ലേ, ഇത് എക്സ്ക്ലൂസീവ് ഓറും ആൻഡ് ഗേറ്റും ആണ്. അപ്പോൾ സിംപിളി എനിക്കൊരു 4/1 max ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ആയിരിക്കും. ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് സം ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തതിൻ്റെ ഇനി അടുത്തതിൻ്റെ ഔട്ട്പുട്ടോ ഒരു ദിസ് ഈസ് മൈ ഫസ്റ്റ് 4/1 max ആൻഡ് ഐ ഹാവ് വൺ മോർ 4/1 max. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാരി ആയിരിക്കും. So this is simply consider this is my A and B pin. A and B pin എന്ന് പറയുന്നത് my A B. അപ്പോൾ A bar B bar plus A B bar ആണ് സം എന്ന് പറയുന്നത്. So this term will be +5 voltage and these are grounded. Okay, so this is simply A bar B plus A B bar. Okay, next one AND gate ആണ് A and B. So A and B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these are simply grounded and this is +5 volt. This is the AND gate. So you can realize this half order using 4/1 max used by this circuit, this arrangement. So simply an exclusive OR gate and AND gate. Okay. Then another problem is how to realize a full order using this same 4/1 max to 4/1 max. Okay. അപ്പോൾ അതെങ്ങനെ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും? രണ്ട് 4:1 max വെച്ചിട്ട് ഒരു ഫുൾ ഓർഡർ എങ്ങനെ റിയലൈസ് ചെയ്യാം? റിയലൈസ് ഫുൾ ഓർഡർ using 2 4/1 max. Okay, so നമുക്കറിയാം, നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ അറിയാം, സമ്മിൻ്റെ എക്സ്പ്രഷൻ അറിയാം. I got this expression as A exclusive or B exclusive or C എന്നായിരുന്നു എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ക്യാരി ഔട്ടിൻ്റെ എനിക്ക് എക്സ്പ്രഷൻ അറിയാം. എങ്ങനെയായിരുന്നു വരുന്നത്? A exclusive or B and C or A B. ഇതായിരുന്നു എനിക്ക് എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, ഈ എക്സ്പ്രഷൻ നമ്മൾ ആ ട്രൂത്ത് ടേബിളിൽ നിന്നാണ് എഴുതുന്നത്. സോ just make this one. So A B C in some carry out. Okay, 0 0 0 0 0 1 0 0 0 1 0 0 1 1 1 0 രണ്ട് കണ്ടീഷൻ 0 1 1 1 രണ്ട് കണ്ടീഷൻ 0. So this expression is 0 1 1 0 1 0 0 1 and again this is 0 0 0 1 0 1 1. So simply this is A bar B bar C in
A B bar C in bar A bar B C in bar A B C. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് എഴുതിയത്. അത് നമ്മൾ കണ്ടതാണ്. ഇതെന്ന് പറയുന്ന ഏതൊക്കെയാണ് ട്രൂ കണ്ടീഷൻ ജസ്റ്റ് എഴുതിയ എ ബാർ ബി ബാർ സി ഇൻ ഒരു ട്രൂ കണ്ടീഷനാണ്, എ ബി ബാർ സി ഇൻ ബാർ ഒരു ട്രൂ കണ്ടീഷനാണ്, എ ബി ബാർ സി ഇൻ ബാർ ഒരു ട്രൂ കണ്ടീഷനാണ്, എ ബി ബാർ സി ഇൻ ബാർ ബി ബാർ സി ഇൻ ബാർ. ഓക്കെ, ദെൻ എ ബി സി ഇതൊക്കെ ഒരു ട്രൂ കണ്ടീഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാരി ഔട്ട്, this is the true condition, that is A bar B seen A B seen A B seen bar A B C. So these are the true conditions for sum and carry out. So you have to realize this sum and carry out using 2 4:1 max. So one is for sum, one is for carry out. So എങ്ങനെ വരയ്ക്കാൻ പറ്റും? This is answer, this 4:1 max for this is my first 4:1. This is for sum output, and this is my second, this is my second output, second 4:1 max. Carry out. Okay, so this is my A and B pin. So these are my 0, first, second, third pin, 0, first, second and third pin. Okay, so എങ്ങനെ എഴുതാൻ പറ്റും? എ ബാർ ബി ബാർ വരുമ്പോൾ ഇറ്റ് വിൽ ബി സെലക്ട് 0th പിൻ അല്ലേ? ആ 0th പിന്നിൽ എന്ത് വരണം? സീന് വരണം. Okay, fine. So this is my C. Okay, then A bar B bar ടൈമിൽ A bar B bar ടൈം ആവുമ്പോൾ 0th പിൻ സെലക്ട് ചെയ്യുമ്പോൾ that പിന്നിൽ C in വരണം. Then A bar B വരുമ്പോൾ it will be C in bar. So in this pin I need C in bar. Okay, fine. And A B bar is also C in bar. So this term is also C in bar. And A B, it will be C in. So A B വരുമ്പോൾ it will be select C. So this is simply the sum expression for sum. So the expression for carry out. Expression for carry out, A bar B എന്ന് പറഞ്ഞ ടൈം ഇല്ല ഇതിനകത്ത്. നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും A bar B bar എന്ന് പറഞ്ഞ ടൈം ഇല്ല. സോ ടൈം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് വിൽ ബി ഗ്രൗണ്ടഡ്. A bar B bar വരുമ്പോൾ 0th പിന്നാണ് സെലക്ട് ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി ഗ്രൗണ്ടഡ്. A bar B വരുമ്പോൾ ഇറ്റ് വിൽ ബി C in. So whenever there is A bar B, it will be select C in. Okay, then A B bar, it is also again C in. A B bar വരുമ്പോൾ it will select second pin. So at that time also it will be C in. And we can find out that A B വരുന്ന രണ്ട് ടൈം ഉണ്ട്. A B വരുന്ന രണ്ട് ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? A B കോമൺ ആയിട്ട് എടുക്കാം, C in bar plus C in കിട്ടും.
So that is 1. So that will be AB എന്ന് പറഞ്ഞ ടൈമാണ് കിട്ടും. സോ എ ബി ടൈമിൽ എ ബി ആൻഡ് 1 എന്നാണ് കിട്ടുക അല്ലേ. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് +5 വോൾട്ട്. എ ബി ടൈം അതുപോലെ തന്നെ കിട്ടും. ക്ലിയർ. സോ this is how we realize this full order using 2:4:1 maths. ക്ലിയർ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ. ഇങ്ങനെ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഹാഫ് സബ്സ്ട്രാക്ടർ 2:4:1 maths വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഫുൾ സബ്സ്ട്രാക്ടർ ഒരു 2:4:1 maths വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ദിസ് ഹാഫ് സബ്സ്ട്രാക്ടർ ആൻഡ് ഫുൾ സബ്സ്ട്രാക്ടർ യൂസിങ് 2:4:1 maths. അപ്പം എന്താണ് നിങ്ങൾക്ക് അതിനകത്ത് ഡൗട്ട് വരുന്നതെന്ന് എന്നെ അറിയിക്കുക. ഓക്കെ. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് ചോദിക്കുക. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു.